ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട കൊച്ചിയിലെ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതര വീഴ്ചയും ക്രമക്കേടും. സംഘാടകരായ മൃദംഗ വിഷനെതിരെ പോലീസ് കേസെടുത്തു. സ്റ്റേജ് നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് FIR-ൽ പരാമർശം. സംഘാടകരുടെ വീഴ്ചകൾ എണ്ണിപ്പറയുന്ന ഫയർഫോഴ്സ് റിപ്പോർട്ടും പുറത്തുവന്നു. പ്രത്യേകം സ്റ്റേജ് നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് GCDA പ്രതികരിച്ചു. ഉയരത്തിലുള്ള വേദിയിൽ ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയെന്ന പ്രാഥമിക സുരക്ഷാ ക്രമീകരണം പോലും ഉണ്ടായില്ല. കൈവരിക്കു പകരം നാട വലിച്ചു കെട്ടിയ സംവിധാനം മാത്രം. സംഘാടനത്തിലെ അലംഭാവം വ്യക്തം. 12,000-ലധികം ആളുകൾ പങ്കെടുത്ത പരിപാടി. എന്നാൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ പോലീസിനും സംഘാടകർക്കും സംഭവിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ച. VIP പ്രോട്ടോകോൾ പാലിച്ചോയെന്ന് പോലീസ് ഉറപ്പുവരുത്തിയില്ല. മന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ പരിപാടിക്ക് മുന്നേ സുരക്ഷാ പരിശോധന പോലീസ് നടത്തിയില്ല. സംഘാടകർക്ക് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന ഫയർഫോഴ്സിന്റെ പ്രാഥമിക പരിശോധനയിലും കണ്ടെത്തി. എന്തായാലും പ്രാഥമികമായിട്ട് സ്റ്റേജ് കെട്ടുന്നതിൽ അപാകതയുള്ളതായിട്ടാണ് സംശയിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ PWD എഞ്ചിനീയേഴ്സിനെ കൊണ്ട് ഈ കെട്ടിയിട്ടുള്ള സ്റ്റേജ് പരിശോധിപ്പിച്ച് അതിനുള്ള അപാകത മനസ്സിലാക്കിയതിനു ശേഷം ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചില്ല. സ്റ്റേജുകൾ 2 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളതാണെങ്കിൽ 1.2 മീറ്റർ ഉയരമുറപ്പുള്ള ബാരിക്കേഡുകൾ വശങ്ങളിൽ സ്ഥാപിക്കണം. 1 വരി കസേര ഇടാനുള്ള സ്ഥലത്ത് 2 വരി കസേരയിട്ടു. സ്റ്റേഡിയത്തിന്റെ പ്രശ്നമല്ല അപകടമുണ്ടാക്കിയതെന്ന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള. സംഘാടകർ കൃത്യമായ സുരക്ഷാ മാനദണ്ഡം പാലിച്ചില്ലെന്നും പ്രതികരണം. സ്റ്റേഡിയത്തിന്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിന്റെ ഭാഗമല്ല. സ്റ്റേഡിയത്തിന് അങ്ങോട്ട് സുരക്ഷാ പ്രശ്നമില്ല. ആ കരാറിനകത്ത് വ്യക്തമായി തന്നെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷാ കാര്യങ്ങളും സേഫ്റ്റി കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നു. രേഖ പോലും തയ്യാറാക്കിയുള്ള കരാറാണ്. മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ് നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാര്യം. അപകടത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മൃദംഗ വിഷൻ, സ്റ്റേജ് നിർമ്മാതാക്കൾ എന്നിവർക്കെതിരെയാണ് കേസ്. സ്റ്റേജ് നിർമ്മാണത്തിൽ അപാകതയെന്നാണ് FIR-ൽ പറയുന്നത്. 24 കൊച്ചി. ഉമാ തോമസ് MLA വീണു പരിക്കേറ്റ സംഭവത്തിൽ കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടി സംഘാടകരായ മൃദംഗ വിഷനെതിരെ ഗുരുതര ആക്ഷേപം. നൃത്തപരിപാടിക്ക് എത്തിയവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല എന്നാണ് പരാതി. നടി ദിവ്യ ഉണ്ണിയുടെ പേരിലും പരസ്യത്തിനായും വൻ തുക മൃദംഗ വിഷൻ പിരിച്ചെടുത്തു. വയനാട് മേപ്പാടി ആസ്ഥാനമായുള്ള മൃദംഗാവിഷനാണ് കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിയുടെ സംഘാടകർ. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരുടെ ഭരതനാട്യമാണ് മൃദംഗാവിഷൻ സംഘടിപ്പിച്ചത്. തമിഴ്നാടിന്റെ റെക്കോർഡ് മറികടക്കാനുള്ള കേരളത്തിലെ നൃത്ത പരിപാടി എന്നാണ് നൽകിയ പ്രചാരണം. ഇത് സർക്കാർ പരിപാടിയെന്ന് തെറ്റിദ്ധരിച്ചാണ് പലരും എത്തിയത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത്. ആദ്യഘട്ടത്തിൽ 2,000 രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെന്ററുകൾ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത്. പിന്നീട് 1,600 രൂപയോ 1,500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഒരാളിൽ നിന്നും വാങ്ങിയത് 3,500 രൂപ. പങ്കെടുക്കുന്നവർക്ക് വസ്ത്രങ്ങൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി. മേക്കപ്പ് അടക്കമുള്ള ചെലവുകൾ നൃത്തം അവതരിപ്പിക്കാനെത്തുന്നവർ സ്വയം വഹിക്കണം. നൃത്ത പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കൊപ്പം എത്തുന്നവർക്ക് പരിപാടി കാണാൻ വേറെ ടിക്കറ്റും എടുക്കണം. ചുരുക്കത്തിൽ ഇത്ര പണം പിരിച്ചിട്ടും ഒരു കുപ്പിവെള്ളം പോലും നൽകാൻ സംഘാടകർ തയ്യാറായില്ലെന്ന് ചുരുക്കം. ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് TV-യിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായിരുന്നില്ല. എന്തായാലും സംഘാടനത്തിൽ വലിയ പിഴവ് തന്നെ വന്നിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളിൽ വാഹന ക്രമീകരണം ഒരു കുട്ടിക്ക് നമ്മൾ ഇത്ര വെച്ചു. ഇപ്പൊ ഒരു ബസ്സിൽ കുട്ടിയുടെ കൂടെ പേരന്റ് ഉണ്ട്, പേരന്റ് വേറെ പൈസ കൊടുക്കണമായിരുന്നു. എന്തായാലും ഇവര് 4 മണിക്കൂറോളം ബസ്സിൽ ഇരിക്കേണ്ടി വന്നു. ഇവിടെ നിന്ന് അവർ പെട്ടെന്ന് പുറത്താക്കി കുട്ടികളെ. പരിപാടിക്കെത്തിയ നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ പേരിലും പണം പിരിച്ചെന്ന ആക്ഷേപമുണ്ട്. പരസ്യത്തിനായി വൻ തുക പിരിച്ചെടുത്തു. ഇങ്ങനെ മൃദംഗാവിഷൻ പിരിച്ചെടുത്തത് കോടിക്കണക്കിന് രൂപ. കലയുടെ പേരിലെ ഈ വൻ തട്ടിപ്പിന് ഇനി എന്ത് നടപടിയെന്നാണ് അറിയേണ്ടത്. കൊച്ചിയിൽ നിന്നും നിഖിൽ നിളയ്ക്കൊപ്പം YS അഭിനന്ദ്, 24. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിവരം വരുന്നുണ്ട്. ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായ കേസിൽ ഇവന്റ് മാനേജർ കസ്റ്റഡിയിലായി എന്നതാണ്. ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ കൃഷ്ണകുമാറിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. S. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഈ മൃദംഗ വിഷനുമായി ബന്ധമുള്ളയാളാണോ ഈ കൃഷ്ണകുമാർ, അതോ ഈ പരിപാടി സംഘടിപ്പിച്ചത് മറ്റൊരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് കൂടി ഉണ്ടായിരുന്നു എന്നാണോ കരുതേണ്ടത്? മൃദംഗ വിഷൻ ആണ് ഈ പരിപാടിയുടെ സംഘാടകർ. ഈ പരിപാടിയുടെ നടത്തിപ്പ് ചുമതല കൊടുത്തിരുന്നതാണ്
ഓസ്കാർ എന്ന് പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ടീമിന്. ആ ഇവന്റ് മാനേജ്മെന്റ് ടീമിന്റെ ഉടമ കൂടിയായ കൃഷ്ണകുമാറിനെയാണ് പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇന്നലെ ഈ നടത്തിപ്പ് ചുമതലയുള്ളവർക്ക് വന്ന വീഴ്ചയാണ് MLAക്ക് ഗുരുതരമായ പരിക്ക് സംഭവിക്കാൻ ഇടയാക്കിയതെന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതിനിടെ ഈ പരിപാടി നടത്തിയ സ്ഥാപനത്തിന്റെ ഉടമകൾ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇവന്റ് മാനേജ്മെന്റ് നടത്തിയ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ടീമിന്റെ ഉടമ കൂടിയായ ഇതിന്റെ മാനേജർ കൃഷ്ണകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പാലാരിവട്ടം പോലീസാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉടമകൾ ഈ പരിപാടി നടത്തിയ സ്ഥാപനത്തിന്റെ ഉടമകൾ രണ്ടുപേരും, മൃദംഗ വിഷന്റെ ഉടമകൾ രണ്ടുപേരും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് ഇന്ന് പോലീസ് ഈ ഇവന്റ് മാനേജ്മെന്റ് ഉടമയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ അനുമതികൾ നേടിയതുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പാലാരിവട്ടം പോലീസ് പറയുന്നത്. ഏതായാലും കൊച്ചി ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരുന്നത്. വിജയകുമാർ, അതായത് ശ്യാമ, ഈ വേദി തയ്യാറാക്കിയത്, സ്റ്റേജ് ഉണ്ടാക്കിയത്, ഈ ബാരിക്കേഡ് ചട്ടവിരുദ്ധമായി എന്ന് വെച്ചാൽ നിയമപരമായി ക്രമം ഉണ്ട്, അത് എത്ര ഉയരത്തിൽ വേണം, അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ വേദി തയ്യാറാക്കിയതും ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചതുമൊക്കെ ഈ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ്, ഓസ്കാർ എന്ന് പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ് എന്നാണോ നമ്മൾ കരുതേണ്ടത്? അതോ അതിൽ ഈ പറയുന്ന മൃദംഗാവിഷന് പങ്കുണ്ടോ? ഇതിൽ ഇവരുടെ റോളുകൾ എന്തൊക്കെയാണെന്ന് പോലീസിന് കൃത്യത വന്നിട്ടുണ്ടോ? മൃദംഗാവിഷൻ എന്ന് പറയുന്ന ടീമാണ് ഈ പരിപാടിയുടെ സംഘാടകർ. ഈ പരിപാടി അവർ സംഘടിപ്പിച്ചതിന് ശേഷം ഇതിന്റെ ക്രമീകരണങ്ങൾ, സ്റ്റേജ്, കുട്ടികളെ കൊണ്ടുവരൽ, മറ്റു കാര്യങ്ങൾ, കലാകാരന്മാർ വരൽ, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ചുമതല വഹിച്ചിരുന്നതാണ് രണ്ടാമത്തെ സമിതി, അത് ഓസ്കാർ എന്ന് പറയുന്നത്. അതിന്റെ ഉടമസ്ഥനാണ് ഇപ്പോൾ കൃഷ്ണകുമാർ എന്ന് പറയുന്നയാൾ. അപ്പോൾ ആ ചുമതലയിൽ ഉണ്ടായ വീഴ്ചയും MLAക്ക് അപകടം പറ്റിയതുമായ സംഭവത്തിലാണ് ഇപ്പോൾ കൃഷ്ണകുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ കേസ് അന്വേഷിക്കുന്ന കൊച്ചി ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇതിന്റെ ഉടമസ്ഥരെയും പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇവർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇവന്റ് മാനേജ്മെന്റ് ഉടമയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ വേദിയുടെ ഒരുക്കവുമായും ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുന്നതിലും വീഴ്ച വരുത്തി എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ്. ഏതായാലും ഈ കൃഷ്ണകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും നിലവിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ ചോദ്യം ചെയ്യലുകൾ പൂർത്തീകരിച്ച ശേഷം മാത്രമാകും അറസ്റ്റ് ഉണ്ടാകുമോ അതോ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും പാലാരിവട്ടം പോലീസാണ് തൃക്കാക്കര MLA ഉമാ തോമസിന് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കേസിൽ സ്ഥാപനത്തിന്റെ ഇവന്റ് മാനേജ്മെന്റ് ഉടമയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കൃഷ്ണകുമാർ എന്നുള്ളതാണ് ഇയാളുടെ പേര് എന്നുള്ളതും പോലീസ് അറിയിക്കുന്നു. ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ കൃഷ്ണകുമാറിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. പരിപാടിയുടെ ക്രമീകരണ ചുമതല, സംഘാടക ചുമതലയിൽ ഈ ഓസ്കാർ ഇവന്റ് ടീം ഉണ്ടായിരുന്നു. അത് അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ അവരുടെ റോൾ എന്തായിരുന്നു എന്നതടക്കം അറിയൂ. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എറണാകുളം കലൂരിലെ വേദിയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ തുടരും. അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല എന്നാണ് മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കിയത്. തലയിലെ പരിക്ക് കൂടുതൽ ഗുരുതരമായിട്ടില്ല എന്ന് എറണാകുളം റിനെ മെഡിസിറ്റിയുടെ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചതിനേക്കാൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ CT സ്കാനിൽ ശ്വാസകോശത്തിലെ ചതവുകൾ കൂടിയത് കണ്ടെത്തി. തലച്ചോറിലെ പരിക്കിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ടില്ല എന്നും റെനെ മെഡിസിറ്റി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണൻ ഉണ്ണി. നമുക്ക് ബ്രെയിനിൽ അതേമാതിരി തന്നെ നിൽക്കുന്നു, മോശമായിട്ടില്ല. ഇന്നലത്തെ വെച്ചിട്ട് CT നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ് കോ തന്നെയാണ്. സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആവുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. നിലവിൽ MLA വെന്റിലേറ്ററിൽ തുടരുകയാണ്. ശ്വാസകോശത്തിലെ ചതവുകൾ മാറുന്നതിന് വേണ്ടി ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടുന്ന ചികിത്സയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. സ്കാനിങ്ങിൽ പുതിയ പരിക്കുകൾ കണ്ടെത്തിയിട്ടില്ല. നമുക്കിപ്പോൾ ഒരു ചാലഞ്ച് ആയിട്ടുള്ളത് ലങ്സിലാണ്. ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള റിബ് ഫ്രാക്ചറാണ്. അപ്പൊ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ CTയിൽ നമ്മൾ കണ്ടിരിക്കുന്നതും. ആ ഒരു ഇതുള്ളത് കൊണ്ട് കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അപകടനില തരണം ചെയ്തുവെന്ന് പറയാറായിട്ടില്ല എന്നും ശ്വാസകോശത്തിലെ പരിക്കുകൾ പരിഹരിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നതെന്നും ഡോക്ടർമാർ വിശദീകരിച്ചു. നിലവിൽ അബോധാവസ്ഥയിൽ തന്നെയാണ് ഉമാ തോമസ്. ചികിത്സയിൽ കഴിയുന്ന MLAയുടെ ആരോഗ്യനില ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണ്.
ആരോഗ്യം മെച്ചപ്പെടുന്നതനുസരിച്ച് വെന്റിലേറ്റർ സപ്പോർട്ട് കുറയ്ക്കാനും മെഡിക്കൽ ബോർഡ് യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. അഭിജിത്തിനൊപ്പം ശ്യാംകുമാർ, 24 കൊച്ചി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ്. ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസും പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. മനഃപൂർവ്വം സൃഷ്ടിച്ച അപകടമാണ് എന്നും GCDAക്കും പോലീസിനും വീഴ്ചയുണ്ടായി എന്നുമാണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കുറ്റപ്പെടുത്തിയത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന്. അശ്വിൻ, അവിടെ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നു, പോലീസ് പരിശോധന നടത്തുന്നു. DCC ഭാരവാഹികൾ അവിടെ സന്ദർശിച്ച് പോലീസിനെയും GCDAയും ഒക്കെ വിമർശിക്കുകയും ചെയ്തു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പോലീസിന് കൂടുതൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ ഏറ്റവും പുതിയത് ഇവന്റ് മാനേജറെ കസ്റ്റഡി എടുത്തു എന്നുള്ളത് തന്നെയാണ് വിജയകുമാർ. ഇപ്പോഴും പരിശോധന ഇവിടെ തുടരുകയാണ്. കൊച്ചി ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയുമായി ഇപ്പോഴും ഇവിടെ മുന്നോട്ട് പോകുന്നത്. പോലീസിന് പുറമേ ഫയർഫോഴ്സ് വിഭാഗമുണ്ട്, പൊതുമരാമത്ത് വിഭാഗത്തിന് എഞ്ചിനീയറിംഗ് ടീമുണ്ട്, ഒപ്പം GCDAയുടെ എഞ്ചിനീയറിംഗ് ടീമും ഈ പരിശോധനയുടെ ഭാഗമായി ഇവിടെ ഉണ്ട്. അരമണിക്കൂർ പിന്നിടുകയാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചത്. ഏറ്റവും പ്രധാനമായി ഈ വേദിയും ഈ ഗ്രൗണ്ടും തമ്മിലുള്ള ഉയരം അത് കൃത്യമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം വേദിയുടെ നീളവും വീതിയും എല്ലാം കൃത്യമായി അളന്നെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി അനുമതിയില്ലാതെയാണ് ഇത്തരത്തിലൊരു വേദി ഇവിടെ നിർമ്മിച്ചത് എന്നുള്ളത് തന്നെയാണ് GCDA അടക്കം വ്യക്തമാക്കുന്നതും. നിലവിൽ ഈ ഗ്രൗണ്ട് ഒപ്പം ഇതിന്റെ പ്ലാറ്റ്ഫോം എല്ലാം വാടകയ്ക്ക് കൊടുത്തിരുന്നു. അതിന് പുറമെ അധിക നിർമ്മാണത്തിനുള്ള അനുമതി ഒരിടത്ത് നിന്നും ഈ ടീമിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. ഒപ്പം ഫയർഫോഴ്സിന്റെ ഒരു NOC ഇതുമായി ബന്ധപ്പെട്ട് അധിക നിർമ്മാണത്തിനും ഒപ്പം ഇത്രയും വലിയ സ്റ്റേജൊക്കെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കേണ്ടിയിരുന്നു. അതും ഫയർഫോഴ്സിന്റെ പക്കൽ നിന്ന് ഈ ടീമിന് മൃദംഗാവിഷൻ ടീമിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഫയർഫോഴ്സ് വിഭാഗവും ഇവിടെ പരിശോധനയുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പരിശോധനയ്ക്ക് ശേഷം ACP രാജ്കുമാർ തന്നെ വ്യക്തമാക്കും. ഒപ്പം അതിന് പുറമെയുള്ള വിവരങ്ങൾ ഈ അനുമതിയില്ലാതെ എങ്ങനെ ഇത്രയധികം നിർമ്മാണങ്ങൾ ഈ വേദിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിർമ്മിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ വിവരങ്ങൾ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കൂടുതലായി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയാണ്. ഇന്നലെ ഈ MLA വീണതിന് പിന്നാലെ അവിടെ ഉള്ള രക്തക്കറ അടക്കം ഫോറൻസിക് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ അളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പരിശോധനയ്ക്ക് ശേഷം കൃത്യമായ വിവരങ്ങൾ ACPയും ഒപ്പം ഫോറൻസിക് വിഭാഗവും പരസ്യമായി തന്നെ പറയും. വിജയകുമാർ. അശ്വിൻ പാലാഴിയാണ് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ ഫോറൻസിക് പരിശോധനയും പോലീസിന്റെ പരിശോധനയും തുടരുകയാണ്. വീഴ്ചകളുടെ ഒരു പരമ്പര തന്നെ ഇതിനോടകം അതിന്റെ വിവരങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പരിശോധനയ്ക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചേക്കും. മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇലാഹിയുടെ മൃതദേഹം ഖബറടക്കി. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ 4 ലക്ഷം രൂപ മന്ത്രി റോഷി അഗസ്റ്റിൻ കുടുംബത്തിന് കൈമാറി. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വണ്ണപ്പുറം പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ്. പ്രതീക്ഷകളറ്റൊരു പിതാവിന്റെ കണ്ണീരാണിത്. ഒരു മന്ത്രിക്കും ആശ്വാസമേകാനാവില്ല. അവരെല്ലാം കണ്ണടച്ചതുകൊണ്ടാണ് അമർ ഇലാഹി കൊല്ലപ്പെട്ടത്. അടുത്തത് ആരെന്ന് ചോദിക്കുകയാണ് നാട്ടുകാർ. ഞങ്ങൾക്ക് നാടിന്റെ ഒരു മുത്ത ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. കാരണം ഞങ്ങളുടെ അനിയൻ ഞങ്ങൾ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് അവൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു ജീവൻ ഇവിടെ പൊലിയാൻ ഞങ്ങൾക്ക് പറ്റില്ല. തീർച്ചയായിട്ടും പതിവ് പോലെ വനം മന്ത്രി AK ശശീന്ദ്രൻ അന്വേഷണം പ്രഖ്യാപിച്ചു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ 4 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി. ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കാമെന്ന ഉറപ്പു നൽകി മന്ത്രി മടങ്ങി. ഈ ഒരു പ്രദേശത്തെ സുരക്ഷമായ വേലികൾ നിർമ്മിച്ച് ഇവിടുത്തെ ജനവാസത്തിനും ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കും. അതുകൊണ്ട് കേരള സംസ്ഥാനത്തൊട്ടാകെ തന്നെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കേണ്ടതുന്ന മാർഗങ്ങൾ രൂപപ്പെടുത്തണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് കരുതുന്നത്. LDFും UDFും NDAയും വണ്ണപ്പുറം പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ്. ജനവാസ മേഖലയിലെ ആനകളെ കാട്ടിലേക്ക് തുരത്തണമെന്നാവശ്യപ്പെട്ട് ചുള്ളിക്കണ്ടം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ സമരസമിതി മാർച്ച് നടത്തി. വനനിയമങ്ങൾക്ക് വേണ്ടി ഇതുപോലെ വാശി പിടിക്കുന്നവർ എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായി വരുന്ന ആർട്ടിക്കിൾ നിർവഹിക്കാൻ തയ്യാറാകാത്തത്?
കഴിഞ്ഞ 4 വർഷമായി 3 കാട്ടാനകളാണ് മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. കാട്ടാനക്കൂട്ടത്തെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാടിറങ്ങുന്ന വന്യജീവികളെ ചെറുക്കാനുള്ള ഫെൻസിംഗ് പോലും തീർക്കാൻ വനംവകുപ്പിന് മടിയാണ്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിന് സംസ്ഥാന സർക്കാരും കാര്യമായ താല്പര്യമെടുക്കുന്നില്ല. ആ താല്പര്യം ഉണ്ടാകുന്നതുവരെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. മുള്ളരിങ്ങാട് വനത്തിൽ നിന്ന് അനന്തുനാർക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. ആനക്കലയിൽ ഇനിയും എത്ര ജീവനുകൾ പൊലിയുമെന്ന ആശങ്കയിലാണ് ഇടുക്കി മുള്ളരിങ്ങാട്ടെ ജനങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. മുള്ളരിങ്ങാട്ടെ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തിത്തുടങ്ങിയത് 3 വർഷം മുൻപാണ്. ഏറ്റവും ഒടുവിൽ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടുമില്ല. അമറിന്റെ സഹോദരിയെ പോലെ എത്രയോ പേരുടെ കണ്ണുനീരാണ് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിനിടയിൽ വനാതിർത്തിയോട് ചേർന്ന് കഴിയുന്ന ജനങ്ങൾക്ക് കാണേണ്ടി വന്നിട്ടുള്ളത്. സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് മുള്ളരിങ്ങാട്ടെ ജനങ്ങൾ വനം വകുപ്പിനോട് പറഞ്ഞു മടുത്തതാണ്. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങാത്ത ഒരു ദിവസം പോലും ഇപ്പോഴില്ല. ഇന്നുമുണ്ട് ജനവാസ മേഖലയിൽ നിന്ന് 1/2 കിലോമീറ്റർ മാത്രം അകലെ കാട്ടാനകൾ. ഒന്നെങ്കിൽ ഞങ്ങളെല്ലാവരെയും 4 വാർഡുള്ളൂ ഇത് 4 വാർഡിലെ ജനങ്ങളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നു കളഞ്ഞിട്ട് വനാക്കുക, അല്ലെങ്കിൽ വല്ല ഫെൻസിങ് ഇട്ട് വരുമോ. ഈ ആനയ്ക്ക് ഇവിടെ വനമില്ല ചേട്ടാ. ഈ പെരിയാറിൻ്റെ അപ്പുറമല്ലേ വനമുള്ളൂ. ഇത് 5-10 കിലോമീറ്റർ ഉള്ളൂ. ഇത് ഈ 10 കിലോമീറ്റർ തേക്കുംചാരിൻ്റെ അകത്ത് എന്ത് തിന്നാനാ? കഴിഞ്ഞ നാളുകൾ അത്രയും കാട്ടാന ശല്യം തടയുന്നതിനായി നാട്ടുകാർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഓരോന്നായി ഇന്നും അവർ എണ്ണിപ്പറഞ്ഞു. ഈ പ്രദേശം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ജീവിക്കുന്നത്. രാഷ്ട്രീയം ഉണ്ടായിരിക്കും, രാഷ്ട്രീയം അതിൻ്റെ പുറത്താണ്. ഞങ്ങളിവിടെ കൂട്ടായിട്ട് ജീവിക്കുന്ന പണ്ട് മുതലേ ഞങ്ങളുടെ കാരണന്മാരുമായിട്ട് മലയോര പ്രദേശങ്ങളിൽ വന്ന് താമസിക്കുന്ന ഞങ്ങൾ കർഷകരാണ്. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഈ ആ ഫെൻസിങ്ങിന് ഇവിടെ നഷ്ടപ്പെട്ടു പോയ എം പിയുടെ ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചാർന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്തായിരുന്നല്ലോ. ചെയ്തില്ലല്ലോ. ആ ഫണ്ട് എന്ത് ചെയ്തു? ആ ഫണ്ട് ലാപ്സായി പോയില്ലേ? ഇത് പറയാൻ ആരുമില്ലല്ലോ ഇവിടെ. കാടിറങ്ങുന്ന വന്യജീവികൾക്ക് മനുഷ്യജീവന്റെ വില വെറും 10 ലക്ഷം മാത്രമാണ്. എന്നാൽ മുള്ളരിങ്ങാട്ടെ അമറിന്റെ മരണം ഏറ്റവും ഒടുവിലത്തേത് എന്ന് പറയാതെ ഒടുവിലത്തേത് മാത്രമാക്കി തീർക്കാൻ നടപടിയെടുക്കേണ്ടത് അധികൃതരാണ്. അതീഷിനൊപ്പം രാഹുൽ വിജയൻ, 24, ഇടുക്കി. വയനാട് പെരുന്തട്ടയിൽ പശുക്കിടാവിനെ കടുവ ആക്രമിച്ചു കൊന്നു. പുളിയാർകുന്ന് സതീഷിന്റെ പശുവിനെയാണ് കൊന്നത്. വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പശുവിന്റെ ജഡവുമായി നാട്ടുകാർ കൽപ്പറ്റ വെള്ളാരംകുന്നിൽ ദേശീയപാത ഉപരോധിച്ചു. ഇന്നലെ രാത്രിയാണ് പെരുന്തട്ട എസ്റ്റേറ്റിനുള്ളിൽ വന്യജീവി ആക്രമണം ഉണ്ടായത്. DFOയും ടി സിദ്ദിഖ് MLAയും പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. കടുവയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കാനാണ് തീരുമാനം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുന്നു. CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് രാജു എബ്രഹാം പുതിയ അമരക്കാരൻ. KP ഉദയഭാനു 3 ടേം പൂർത്തിയാക്കിയതോടെയാണ് രാജു എബ്രഹാമിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. 35 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 6 പേരെ പുതുതായി ഉൾപ്പെടുത്തി. തുടക്കം മുതലേ കേട്ട പേര് തന്നെയായിരുന്നു രാജു എബ്രഹാമിൻ്റേത്. നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ ആര് സെക്രട്ടറിയാകണമെന്നതിൽ തർക്കം നിലനിന്നിരുന്നതോടെ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജു എബ്രഹാമിന് നറുക്കു വീണു. 25 വർഷം റാന്നി MLA ആയിരുന്ന രാജു എബ്രഹാം നിലവിൽ CPIMന്റെ സംസ്ഥാന സമിതി അംഗമാണ്. 6 പേരെ കമ്മിറ്റിയിലേക്ക് പുതിയതായി ഉൾപ്പെടുത്തി. DYFI ജില്ലാ സെക്രട്ടറി B നിസാം, ഏരിയ സെക്രട്ടറിമാരായ TV സ്റ്റാലിൻ, PC സുരേഷ് കുമാർ, PKS ജില്ലാ സെക്രട്ടറി CN രാജേഷ്, നേരത്തെ പാർട്ടി സംഘടന നടപടിയെടുത്ത് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ തിരുവല്ല മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് V ആന്റണി എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതിയതായി എത്തിയത്. സംസ്ഥാന കമ്മിറ്റി അംഗമായതിനാൽ KP ഉദയഭാനുവിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. മുൻ MLA KC രാജഗോപാൽ, കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് KK ശ്രീധരൻ, അഡ്വക്കേറ്റ് പീലിപ്പോസ് തോമസ്, ബാബു കൊയ്ക്കലത്ത്, നിർമ്മലാദേവി എന്നിവരെ പ്രായപരിധി കണക്കിലെടുത്ത് ഒഴിവാക്കി. പാർലമെന്ററി രംഗത്ത് നിന്ന് സമ്പൂർണ്ണമായി സംഘടനാ രംഗത്തേക്ക് ഉള്ള പ്രവാസന കവാടമായിട്ടാണ് ഈ ജില്ലാ സെക്രട്ടറിഷിപ്പിനെ ഞാൻ കാണുന്നത്. ഈ ജില്ലയെ CPM ഇന്ന് ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. കൂടുതൽ കരുത്തോടുകൂടി കൂടുതൽ ജനങ്ങളെ CPMലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യം തന്നെയാണ് ഞങ്ങൾ ഈ ചുമതല എന്നിൽ അർപ്പിച്ചിട്ടുള്ളത്. പാർട്ടിയെ ഐക്യത്തോടുകൂടി കരുത്തോടുകൂടി കൊണ്ടുപോവുക, അതോടൊപ്പം തന്നെ ഗവൺമെന്റുമായി സഹകരിച്ച് ജനങ്ങൾക്ക് പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. 3 ദിവസമായി കോന്നിയിൽ നടന്ന സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ അടക്കം രൂക്ഷ വിമർശനമാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.
24 പത്തനംതിട്ട. ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ നൃത്തപരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യം തേടിയാണ് കോടതിയിൽ ഹർജി നൽകിയത്. അതിനിടെ പരിപാടിക്ക് അനുമതി തേടി GCDAക്ക് മൃദംഗ വിഷൻ നൽകിയ അപേക്ഷയുടെ പകർപ്പ് 24 ലഭിച്ചു. S. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇവർ നൽകിയ അപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? അതനുസരിച്ചുള്ള നടപടികളാണോ യഥാർത്ഥത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ നടന്നത്? ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിലും എന്തൊക്കെ കാര്യങ്ങൾ സംഘാടകർ മൃദംഗ വിഷൻ പറഞ്ഞിട്ടുണ്ട്? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൃദംഗ വിഷൻ 2024 ഓഗസ്റ്റ് മാസത്തിൽ 23-ാം തീയതിയാണ് കോർപ്പറേഷന് GCDAക്ക് ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്നത്. ഈ അപേക്ഷയിൽ 12,000 പേർ പങ്കെടുക്കുന്ന പരിപാടിയാണ് എന്നും അതിന് അനുമതി നൽകണമെന്നുള്ള ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതായത് 4 മാസത്തോളം സമയമുണ്ടായിട്ടും ഇതിന്റെ സുരക്ഷാ പരിശോധനകളടക്കം നടത്തുന്നതിൽ GCDAക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും വീഴ്ച സംഭവിക്കുന്നെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ അപേക്ഷ. കൃത്യമായ പരിശോധനകൾ ഉണ്ടായിരുന്നെങ്കിൽ, സുരക്ഷാ പരിശോധനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപകടം അവിടെ ഉണ്ടാകില്ലായിരുന്നു എന്ന് ഈ അപേക്ഷയുടെ കാലയളവ് തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ്. ആ അപേക്ഷയുടെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ഈ മൃദംഗ വിഷന്റെ മാനേജിംഗ് ഡയറക്ടർ നികോഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. കേസിൽ ഈ നികോഷ് കുമാറിന്റെ ഉൾപ്പെടെ പോലീസ് തിരയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇതിന്റെ ഇവന്റ് മാനേജറായിരുന്ന കൃഷ്ണകുമാറിനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന പാലാരിവട്ടം സ്റ്റേഷനിലാണ് കൃഷ്ണകുമാർ ഇപ്പോൾ ഉള്ളത്. കൃഷ്ണകുമാറിനെ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് കൃഷ്ണകുമാറിനെ കസ്റ്റഡിയിലെടുത്ത വിവരം സ്ഥിരീകരിക്കാൻ ഇവർ തയ്യാറാകുന്നുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 4 മാസം മുമ്പ് ലഭിച്ച ഒരു അപേക്ഷയിലാണ്, മൃദംഗ വിഷൻ നൽകിയ അപേക്ഷയിൽ കൃത്യമായ പരിശോധനകളോ തീരുമാനങ്ങളോ ഇല്ലാതെ ഇരുന്നതാണ് ഇന്നലെ ഒരു ജനപ്രതിനിധിക്ക് ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയാക്കിയത് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അപേക്ഷയിൽ തന്നെ അപേക്ഷ നൽകിയ തീയതി ഓഗസ്റ്റ് 23 ആണ് എന്ന് സൂചിപ്പിക്കുന്നു. 12,000 ഡാൻസർമാരെ പങ്കെടുപ്പിക്കും. സിനിമാ താരമായിരുന്ന ദിവ്യ ഉണ്ണി അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് തുടങ്ങിയ വിവരങ്ങളും ഈ അപേക്ഷയിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ഇതിന് ചടങ്ങിൽ സാക്ഷികളാകാൻ ആളുകളെത്തും, അതിൽ VIP-കൾ ഉണ്ടാകും, മന്ത്രിമാരുണ്ടാകും, ജനപ്രതിനിധികൾ ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ ഇവർ ഈ നൽകിയ അപേക്ഷയിൽ പറഞ്ഞിരുന്നില്ലേ? ഈ സ്റ്റേഡിയം ഈ ചടങ്ങിന് 12,000 നർത്തകർ പങ്കെടുക്കുന്ന ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തുന്ന ജനപ്രതിനിധികളോ അല്ലെങ്കിൽ മന്ത്രിമാരോ അടക്കമുള്ളവർ ഉണ്ടാകും. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെ പറ്റിയൊന്നും ഈ അപേക്ഷയിൽ ഈ മൃദംഗ വിഷൻ സൂചിപ്പിച്ചിട്ടേ ഇല്ല, അല്ലേ? വിജയകുമാർ, ഇത് നിലവിൽ അനുമതി തേടിയുള്ള അപേക്ഷയാണ്. പക്ഷേ ആ അപേക്ഷയിൽ പോലും പറയുന്നുണ്ട് മൃദംഗ വിഷനും സിനിമാ നടിയായിരുന്ന ദിവ്യ ഉണ്ണിയും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണിത്. അതുകൊണ്ട് തന്നെ 12,000 ഡാൻസർമാരുണ്ടാകും. അപ്പോൾ തന്നെ എത്ര പേർ പങ്കെടുക്കുമെന്നുള്ളതിനെ കുറിച്ച് GCDAക്ക് വളരെ കൃത്യമായ കണക്കുണ്ടായിരുന്നു. പിന്നീട് ഈ പരിപാടി കാണാൻ വരുന്നവരുടെ എണ്ണത്തെക്കുറിച്ചും കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ 4 മാസം മുമ്പ് ഇത്തരമൊരു അപേക്ഷ ലഭിച്ചിട്ടും അതിന്റെ സുരക്ഷാ പരിശോധനകളോ മറ്റോ GCDAക്ക് മാത്രമല്ല, ഒരുപക്ഷെ ഇതിന്റെ സുരക്ഷാ അനുമതിക്ക് വേണ്ടി അപേക്ഷ GCDA പോലീസിനും ഫയർഫോഴ്സിനും ഒക്കെ കൈമാറിയിരിക്കാം. അവരും ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതിന്റെ ഉറപ്പാണ്. കാരണം ഇന്നലെ ഒരു അപകടം ഉണ്ടായെങ്കിൽ, ഈ സുരക്ഷാ പരിശോധനകളിൽ ഏതെങ്കിലും കൃത്യമായി നടന്നിരുന്നുവെങ്കിൽ ഇത്തരം ഒരു അപകടം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 4 മാസം മുമ്പാണ് അവർ ഈ അപേക്ഷ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഉടമ നികോഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ തങ്ങൾ അനുമതി തേടിയതാണ്. അതിന്റെ പരിശോധനകൾ നടത്തേണ്ടത് ആ സ്ഥാപനമാണ്, ബന്ധപ്പെട്ട അധികാരികളാണ്. അതിൽ വീഴ്ച സംഭവിച്ചത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയെ സമീപിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപേക്ഷ കോടതി എങ്ങനെ പരിഗണിക്കണമെന്ന് കണ്ടറിയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 4 മാസം മുൻപ് ലഭിച്ച ഈ ഒരു അപേക്ഷയിൽ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നോ, പരിശോധനകൾ നടന്നിരുന്നോ എന്ന് വ്യക്തമാക്കേണ്ടത് GCDA ആണ്. ഇന്ന് രാവിലെ GCDAയുടെ ഉദ്യോഗസ്ഥർ, എഞ്ചിനീയർമാരൊക്കെ പരിശോധനയ്ക്ക് അവിടെ എത്തിയിരുന്നു. പക്ഷേ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഇതേ എഞ്ചിനീയർമാർ അവിടെ പരിശോധന നടത്തിയിരുന്നോ, പരിശോധനയിൽ വീഴ്ചകൾ കണ്ടെത്തി തിരുത്താൻ ആവശ്യപ്പെട്ടിരുന്നോ എന്നുള്ളത് GCDA വ്യക്തമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റു വകുപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ MLA ഗുരുതരമായി പരിക്കേറ്റ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ആ സ്ഥാപനം നൽകിയ അപേക്ഷ വരുന്നത്. ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. വിജയകുമാർ, യെസ്, ഏതാണ്ട് 4 മാസം മുൻപാണ് GCDAക്ക് മൃദംഗ വിഷൻ ഇക്കാര്യത്തിൽ അനുമതി തേടി അപേക്ഷ നൽകുന്നത്.
അപ്പോൾ ഇത്രയും മാസങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഒരു അപേക്ഷയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്ന് വെച്ചാൽ ഇതിലെ സുരക്ഷാ പരിശോധന അടക്കം നടത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ച GCDAക്ക് ഉണ്ടായിട്ടുണ്ടോ, പോലീസിനോ ഫയർഫോഴ്സിനോ ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികൾക്കോ ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ അവരുടെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അത് കോടതി പിന്നീട് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ്, ഫയർഫോഴ്സ്, GCDA തുടങ്ങിയ ഏജൻസികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ മൃദംഗ വിഷൻ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നടനും TVK നേതാവുമായ വിജയ് തമിഴ്നാട് ഗവർണർ RN രവിയുമായി കൂടിക്കാഴ്ച നടത്തി. അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പരാതി നൽകാനാണ് വിജയ് എത്തിയത്. കൂടിക്കാഴ്ച 20 മിനിറ്റോളം നീണ്ടു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, വിജയുടെ നീക്കം എന്താണ്? ഇന്ന് രാവിലെ ഒരു വലിയ കത്ത് എന്താണ്? സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതരാക്കുക, അവരെ സുരക്ഷിതരാക്കുക, അവർ സുരക്ഷിതരായ തമിഴ്നാടാണ് തൻ്റെ ലക്ഷ്യമെന്നൊക്കെ സൂചിപ്പിച്ച് കത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നു. അതിനുശേഷം ഗവർണറെ കാണുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലിന് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ വിജയ് ഒരുങ്ങുന്നു എന്നതാണോ സൂചന? വിജയകുമാർ, തീർച്ചയായിട്ടും ഈ കൂടിക്കാഴ്ച ഏറെ പ്രധാനമാണ്. കാരണം TVK രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് വിജയ് ഗവർണറെ കാണുന്നത്. നേരത്തെ ഗവർണർ എന്നൊരു പദവി തന്നെ ഒരു സംസ്ഥാനത്തിന് ആവശ്യമില്ല എന്ന തരത്തിലൊക്കെ വിജയ് തൻ്റെ ആദ്യ സമ്മേളനത്തിലെ പ്രസംഗത്തിലൊക്കെ സംസാരിച്ചിരുന്നു. അതൊക്കെ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കെ തന്നെയാണ് ഇപ്പോൾ ഗവർണറെ കാണാനായി വിജയ് തീരുമാനിച്ച് രാജ്ഭവനിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് അദ്ദേഹം ഗവർണറെ കണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി പീഡനത്തിനിരയായ സംഭവമാണ് വിജയ് ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു 3 പേജുള്ള പെറ്റീഷൻ വിജയ് ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില ചില പ്രശ്നത്തിലാണ്. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് തീരെ സുരക്ഷ ഇല്ലാത്തൊരു സംസ്ഥാനമായി തമിഴ്നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആശങ്കകളൊക്കെ മുന്നോട്ട് വെച്ച് തന്നെയാണ് വിജയ് ഇപ്പോൾ ഗവർണറെ കണ്ടിരിക്കുന്നത്. അതിൻ്റെ സൂചന എന്നോണമാണ് രാവിലെ വിജയ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായ ഒരു കത്തെഴുതിയത്. സുരക്ഷിതമായ ഒരു തമിഴ്നാടാണ് തൻ്റെ ലക്ഷ്യം. ഒപ്പം തന്നെ താൻ എപ്പോഴും ഒരു ജ്യേഷ്ഠനായി സ്ത്രീകൾക്കൊപ്പം ഉണ്ടാകും, യാതൊരു തരത്തിലുള്ള അക്രമവും അനുവദിക്കില്ല, അക്രമങ്ങളെയൊക്കെയും അമർച്ച ചെയ്യുകയാണ് തൻ്റെ ലക്ഷ്യം എന്നൊക്കെയായിരുന്നു ഈ കത്തിൽ പ്രധാനമായും വിജയ് ഉറപ്പു നൽകിയത്. അതിന് പിന്നാലെയാണ് ഗവർണറോടൊരു നിർണായക കൂടിക്കാഴ്ച നടത്തുന്നത്. ഇക്കാര്യത്തിലെ രാഷ്ട്രീയ വശം തീർച്ചയായും ഈ വിഷയം TVK ഒരു പ്രധാനപ്പെട്ട വിഷയമായി സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് DMK സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. അതിൽ തങ്ങളും ഒട്ടും പിന്നോട്ടല്ല, ഈ പ്രതിഷേധം തങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് വിജയ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. ആദ്യം അദ്ദേഹം തൻ്റെ പ്രതികരണം ഒരു എക്സ്പോസ്റ്റിൽ മാത്രമാണ് ഒതുക്കിയിരുന്നത്. അതിന് പിന്നാലെ രാവിലെ കത്ത് വരുന്നു, ശേഷം ഗവർണറെ കാണുന്നു. ഏറ്റവും പ്രധാനമായും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരാണ്, സർക്കാരിനെതിരെ മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മത്സരം ഇപ്പോൾ പാർട്ടികൾ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അണ്ണാമലയുടെ ശപഥം, AIADMKയുടെ പ്രത്യക്ഷ സമരം, ഇപ്പോൾ വിജയുടെ കത്തും ഗവർണറെ കാണലും, അങ്ങനെ പ്രധാന പ്രതിപക്ഷം ആരായി മാറുന്നു എന്നുള്ളൊരു ആംഗിൾ കൂടി നിശ്ചയിക്കുന്ന വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. അണ്ണാ സർവകലാശാലയിൽ ആ ക്യാമ്പസിൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ വിജയ് ഗവർണറെ കണ്ടു. ഏതാണ്ട് 20 മിനിറ്റ് ദീർഘമായി കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗവർണറോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ചെന്നൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിഷയത്തിൽ തമിഴ്നാട്ടിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാണ്. അതിനിടെയാണ് വിജയുടെ നീക്കങ്ങളും. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം RCC മെഡിക്കൽ ലബോറട്ടറിയിലെ വിശ്രമമുറിയിൽ ഒളിക്യാമറ സ്ഥാപിച്ചെന്ന പരാതി ആശുപത്രി അധികൃതർ മൂടിവെച്ചത് 3 മാസം. പെൻക്യാമറ സ്ഥാപിച്ച രാജേഷ് KRനെതിരെ സെപ്റ്റംബറിലാണ് ആദ്യ പരാതി ലഭിക്കുന്നത്. നടപടി ആവശ്യപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒക്ടോബർ 3 ഫയൽ കൈമാറിയെങ്കിലും നടപടി ഉണ്ടായില്ല. 24 ഫോളോ അപ്പ്. RCC മെഡിക്കൽ ലബോറട്ടറി വിഭാഗത്തിലെ വനിതാ ജീവനക്കാരുടെ വിശ്രമമുറിയിലാണ് ലാബ് ടെക്നീഷ്യനായ സൂപ്പർവൈസർ പെൻക്യാമറ സ്ഥാപിച്ച ദൃശ്യങ്ങളും സംഭാഷണങ്ങളും ചോർത്തിയത്. രാജേഷ് KRനെതിരെ 9 വനിതാ ജീവനക്കാരാണ് RCC ഡയറക്ടർക്കും ആഭ്യന്തര പരാതി പരിഹാര സെല്ലിനും പരാതി നൽകിയത്. എന്നാൽ ഗുരുതര സ്വഭാവമുള്ള പരാതി ആശുപത്രി അധികൃതർ 3 മാസം മൂടിവച്ചു. പെൻക്യാമറ സ്ഥാപിച്ച രാജേഷ് KRനെതിരെ ആദ്യ പരാതി നൽകിയത് സെപ്റ്റംബർ 25-നാണ്. പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒക്ടോബർ 3 ഫയൽ ഡയറക്ടർക്ക് കൈമാറി. എന്നാൽ 2 മാസം ഫയൽ അനങ്ങിയില്ല. തുടർന്ന് വനിതാ ജീവനക്കാർ വീണ്ടും ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി നൽകി.
ഇതിന് പിന്നാലെ ഇക്കഴിഞ്ഞ 26-ന് രാജേഷിനെ ക്യാഷ് കൌണ്ടറിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. സംഭവത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട മെഡിക്കൽ കോളേജ് മുൻ കൌൺസിലർ GS ശ്രീകുമാർ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ആരോപണ വിധേയനായ രാജേഷിനെതിരെ പരാതി ഉയരുന്നത് ഇതാദ്യമല്ല. ഗുരുതര സ്വഭാവമുള്ള കുറ്റം കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാത്തത് ദുരൂഹമാണ്. 3 മാസത്തോളം പരാതി മൂടിവെച്ച RCC ഡയറക്ടർക്കെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാകുന്നു. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. 2 മണിക്കാണ് കേസ് പരിഗണിക്കുക. മോചന ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുൾ റഹീമും കുടുംബവും നിയമസഹായ സമിതിയുമൊക്കെ. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവും കോഴിക്കോട് ഫറോക്കിലെ വീട്ടിൽ നിന്നും മിഥില ബാലനും കൂടുതൽ വിവരങ്ങൾ നൽകും. ജലീൽ, എപ്പോഴാണ് കേസ് പരിഗണിക്കുക? 2 മണി, ഇന്ത്യൻ സമയം 2 മണി എന്നറിയുന്നു. ഇന്നത്തെ കോടതി നടപടികളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും അതിൽ പരിഗണനാ വിഷയമായി വരിക? നേരത്തെ 2 തവണ മാറ്റിവെച്ചതാണ്, അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇന്നെങ്കിലും മോചന ഉത്തരവ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും നിയമസഹായ സമിതിയുമെല്ലാം. റിയാദിലെ ക്രിമിനൽ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്ന് രാവിലെ അല്പസമയത്തിന് ശേഷം സൗദി സമയം 11:30 ഇന്ത്യൻ സമയം 2 മണിയോടെയാണ് കേസ് പരിഗണിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് കേസ് പരിഗണിക്കുക. ഈ സമയത്ത് അബ്ദുറഹീമും അഭിഭാഷകനുമെല്ലാം കോടതിയിൽ ഹാജരാകും, ഓൺലൈൻ വഴി ഹാജരാകും. അതോടൊപ്പം തന്നെ അബ്ദുറഹീമിന്റെ പവർ ഓഫ് അറ്റോർണിയും എംബസി പ്രതിനിധിയുമെല്ലാം അവരെ കൂടെ ഉണ്ടാകും. ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. പലതവണ ഈ കേസ് നീട്ടിവെച്ചിരുന്നു. ഈ മാസം ഡിസംബർ 12-നും ഈ കേസ് പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നം കാരണം കേസ് ഇന്നത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു. അബ്ദുറഹീമിന്റെ മാത്രമല്ല, ഈ മാസം 12-ന് പരിഗണിക്കേണ്ട എല്ലാ കേസുകളും കോടതി ആ സമയത്ത് നീട്ടിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈ 2-ന് അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയിരുന്നു. എന്നാൽ മോചനം ഇതുവരെ സാധ്യമായിട്ടില്ല. പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാകാത്തതാണ് ഇതിന് കാരണം എന്നാണ് കരുതുന്നത്. ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ മറ്റു തടസ്സങ്ങളൊന്നും കാണുന്നില്ല. മോചന ഉത്തരവ് ഇന്ന് ഉണ്ടാകുകയാണെങ്കിൽ റിയാദ് ഗവർണറേറ്റിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട് അബ്ദുറഹീമിന്റെ നാട്ടിലേക്ക് മടങ്ങാൻ. നാട്ടിലേക്ക് മടങ്ങുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിനാവശ്യമായ യാത്രാ രേഖകളെല്ലാം ഇന്ത്യൻ എംബസി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. 2006-ലാണ് അബ്ദുറഹീം സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിലാകുന്നത്. 18 വർഷമായി റിയാദിലെ ജയിലിൽ തുടരുകയാണ്. 15 മില്യൺ റിയാൽ നഷ്ടപരിഹാരം ഈ കുടുംബം, സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട 15 മില്യൺ റിയാൽ നഷ്ടപരിഹാരം മലയാളികൾ സ്വരൂപിച്ച് നൽകുകയായിരുന്നു. ഇതിന് ശേഷമാണ് ഈ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകിയതും അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയതും. ഇനി മോചനത്തിനുള്ള കാത്തിരിപ്പിലാണ്. വിജയകുമാർ. യെസ്, ജലീലാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഫറോക്കിലെ വീട്ടിൽ നിന്നാണ് മിഥില ബാലൻ ചേരുന്നത്. മിഥില, നേരത്തെ ജലീൽ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. നേരത്തെ പലതവണ കേസ് മാറ്റിവെച്ചതാണ്. അപ്പോൾ ഇന്ന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല, ഒരു അനുകൂല ഉത്തരവ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ഒരു അനുകൂല ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഇത് 4ാമത്തെ തവണയാണ് ഈ കേസ് ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത്. എനിക്കൊപ്പം റഹീമിന്റെ സഹോദരൻ ചേരുന്നുണ്ട്, നസീർ. എന്താണ് ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് ഇപ്പം കേസ് എടുക്കുന്നത്? ഇന്നിപ്പോൾ പ്രതീക്ഷയുണ്ട്. ഇപ്പം കഴിഞ്ഞ 12-നായിരുന്നു ലാസ്റ്റ് വിളിച്ചിരുന്നത്. പിന്നെ അന്ന് സാങ്കേതിക കാരണം പറഞ്ഞിട്ട് നീട്ടിവെച്ചു. അപ്പം ഇന്ന് ഉണ്ട് കേസ്. ഒരു പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യാണ്. റിലീസ് ഓർഡർ ഉണ്ടാവുന്നൊരു പ്രതീക്ഷ തന്നെയാണ് കുടുംബം നോക്കുന്നത്. 18 വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. അതെ അതെ അതെ, എന്താ ചെയ്യുക, ഓരോ കേസ് എടുക്കുമ്പോഴും നല്ല പ്രതീക്ഷയാണ്. പക്ഷേ അവിടുത്തെ കേസ് അവിടുന്ന് വിവരം കിട്ടുമ്പോൾ നീട്ടി വെച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ആകെ അന്നത്തെ ഡേ പോവുകയാണ്. ഇപ്പോൾ ഇന്നത്തെ നല്ലൊരു അറിയിപ്പ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യാം. ഇതാണ് വിജയകുമാർ കുടുംബത്തിന് പറയാനുള്ളത്. വലിയ പ്രതീക്ഷയിലാണ് അവരുള്ളത്. അല്പസമയം മുമ്പ് വീട്ടിൽ കയറി റഹീമിന്റെ മാതാവിനെ കണ്ടിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം, ഇക്കാര്യത്തിൽ തീരുമാനമാകാതെ ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ല. താൻ ഇന്നിപ്പോൾ എന്താണ് ഉത്തരവ് വരുന്നത്, ഒരു അനുകൂല ഉത്തരവാണെങ്കിൽ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരും, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തൻ്റെ മകനൊപ്പം മാത്രമേ താൻ ഇനി മീഡിയയെ കാണുള്ളൂ എന്നും അവർ പറയുകയുണ്ടായി. എന്തിനായാലും വലിയൊരു പ്രതീക്ഷ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 18 വർഷം ജയിലിൽ കഴിയുകയായിരുന്നു. അതിനിടയിൽ ഉമ്മ കഴിഞ്ഞ ദിവസം ജയിലിൽ പോയി മകനെ കണ്ടതാണ്. ആ മകനെ കണ്ടതിന് ശേഷം ആ മകൻ്റെ മുഖം മാത്രമാണ് തൻ്റെ മനസ്സിലുള്ളതെന്ന് അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തിപരമായി അവർ പറയുകയുണ്ടായി. അവരുടെ ആ ഒരു ദുഃഖം, ഇത്ര കാലം നമ്മൾ കണ്ട ഒരു കണ്ണുനീർ ചെറുപുഞ്ചിരിയായി മാറട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. വിജയകുമാർ.
ശരി മിഥില, എന്തായാലും 2 മണിക്ക് ഇന്ത്യൻ സമയം 2 മണി ആ സമയത്താണ് ഈ കേസ് പരിഗണിക്കുന്നത്. മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ഒരു അനുകൂല ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി. തന്റെ പിതാവ് മരിച്ചപ്പോൾ അനുശോചന യോഗം വിളിക്കാൻ പോലും കോൺഗ്രസ് പ്രവർത്തക സമിതി തയ്യാറായില്ലെന്നും എന്തുകൊണ്ട് വിവേചനമുണ്ടായെന്ന് നേതൃത്വം മറുപടി പറയണമെന്നും ശർമിഷ്ഠ മുഖർജി 24നോട് പറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാലാണ് ഒത്തുകൂടാൻ കഴിയാത്തത് എന്നായിരുന്നു സഹോദരൻ അഭിജിത്ത് മുഖർജിയുടെ പ്രതികരണം. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി അന്തരിച്ചപ്പോൾ വിലാപയാത്ര നടത്താനോ പ്രവർത്തക സമിതി വിളിച്ച് അനുശോചിക്കാനോ കോൺഗ്രസ് തയ്യാറായില്ല എന്നാണ് ശർമിഷ്ഠയുടെ ആരോപണം. കോൺഗ്രസ് പിതാവിനോട് കാണിച്ച വിവേചനം തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ശർമിഷ്ഠ 24നോട്. Treatment was vetted to a former Congress president and also a former prime minister. So in that context, I tweeted that Congress did not even hold any kind of CWC condolence meeting. They did not pass any formal condolence message. BJP ആരോപണം ശർമിഷ്ഠയും ആവർത്തിച്ചതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരുന്നു. എന്നാൽ ഈ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് സഹോദരൻ അഭിജിത്ത് മുഖർജി. വിലാപയാത്രയ്ക്കും അനുശോചന പരിപാടികൾക്കും കോവിഡ് നിയന്ത്രണങ്ങൾ തടസ്സമായെന്നും ഡൽഹി സർക്കാരിനോട് അനുമതി തേടിയിരുന്നുവെന്നും അഭിജിത്ത് മുഖർജി. That time was a COVID time and there was a lot of restrictions. That is why people could not gather. Even Kejriwal was, I'll call him, his administration didn't allow even family members to visit. At that time, due to COVID, Congress party also wanted to take out a rally and all these things, but couldn't. But they came and visited. Even Prime Minister visited. Rahul ji came. Madhav Rao Sindhia ji's son, young Madhav Rao ji came. A lot of other people also came. Other senior leaders also came. അതിനിടെ മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യൽ ചടങ്ങിൽ നേതാക്കൾ പങ്കെടുക്കാതിരുന്നതിൽ വിശദീകരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കുടുംബത്തിന്റെ സ്വകാര്യത മാനിച്ചാണ് വിട്ടുനിന്നതെന്നും ഇക്കാര്യം സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്തിരുന്നുവെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര വ്യക്തമാക്കി. 24 ഡൽഹി. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കും. പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടു തുടങ്ങി. ആഴിയിൽ അഗ്നി പകരുന്നതോടെ ഭക്തർക്ക് 18ാം പടി ചവിട്ടാം. ഇന്ന് 30,000 പേരാണ് ഓൺലൈനായി ദർശനത്തിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ജനുവരി 14 മകരവിളക്ക്. ശ്രീനാരായണ ഗുരുവിന്റെ അഷ്ടദർശനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. കേരളത്തിന്റെ ഒരേ ഒരു ആചാര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി MP രാജേഷ് പറഞ്ഞു. മറ്റന്നാൾ വരെയാണ് തീർത്ഥാടനം. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ചാണ് സമ്മേളനം തുടങ്ങിയത്. കേരളത്തിന് ഒരേ ഒരു ആചാര്യനേയുള്ളൂ, അത് ശ്രീനാരായണ ഗുരുവെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ആധുനിക കേരളത്തിന്റെ ശിലാസ്ഥാപനമാണ് അരുവിപ്പുറത്ത് ഗുരു നടത്തിയതെന്നും മന്ത്രി. ഭൗതിക ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും മാതൃകാപരമാക്കുന്നതിനുമുള്ള ഒരു സത്യാന്വേഷണം, അറിവന്വേഷണം എന്ന നിലയിലാണ് ശ്രീനാരായണ ഗുരു ശിവഗിരി തീർത്ഥാടനത്തെ വിഭാവനം ചെയ്തതും സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതും. കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗത്തിന് ഇന്നും സാമൂഹിക നീതി അകലെയെന്ന് സ്വാമി സച്ചിദാനന്ദ. ഇന്ന് ആധുനിക കാലത്ത് കേരളത്തിലെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഇപ്പോഴും വേണ്ടവണ്ണം സാമൂഹ്യ നീതി കൈവരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ദുഃഖകരമായ സ്ഥിതി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 3 ദിവസങ്ങളിലായി 10 സമ്മേളനങ്ങൾ തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കും. ജനുവരി 1 തീർത്ഥാടന സമാപനം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള തീർത്ഥാടന പദയാത്രകൾ ഇന്ന് രാത്രിയോടെ ശിവഗിരിയിൽ എത്തിച്ചേരും. 31 നടക്കുന്ന തീർത്ഥാടന ഘോഷയാത്രയിൽ എല്ലാ പദയാത്രികരും അണിനിരക്കും. 24 തിരുവനന്തപുരം.
ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. മകനെ കഞ്ചാവ് കേസിൽ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയ മാധ്യമങ്ങളെ കായംകുളം MLA യു പ്രതിഭ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും പ്രസ് ക്ലബ്ബും. MLAയെ CPM തിരുത്തണമെന്ന് KUWJ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. അധിക്ഷേപങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകാനാണ് തീരുമാനം. മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ വാർത്ത തെറ്റാണ് എന്ന് ആദ്യം MLA പറഞ്ഞു. അത് തെറ്റല്ല, വാർത്ത ശരിയാണ് എന്നത് രേഖകളടക്കം പിന്നീട് നമ്മൾ മാധ്യമങ്ങളൊക്കെ നൽകി. പോലീസ് എക്സൈസിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു, അതിലെ പ്രതിപട്ടികയുണ്ടായിരുന്നു, കേസിൻ്റെ വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നൽകിയ ശേഷമാണ് പിന്നീട് മാധ്യമപ്രവർത്തകരെയൊക്കെ പ്രത്യേകിച്ച് മനീഷിനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോ വരുന്നത്. ഇക്കാര്യത്തിൽ പിന്നീട് വിശദീകരണമൊന്നും MLA നൽകിയില്ല. എന്താണ് പത്രപ്രവർത്തക യൂണിയന്റെ തീരുമാനം? വിജയകുമാർ, ക്രൈം ആൻഡ് റെഫറൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായ വാർത്തയായിരുന്നു ഇന്നലെ 24 അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. പക്ഷേ രണ്ടാമതും FB ലൈവിൽ വന്ന യു പ്രതിഭ MLA നടത്തിയ പരാമർശങ്ങൾ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. പ്രത്യേകിച്ചും മതപരമായ, അതായത് ജാതി അധിക്ഷേപം നടത്തുന്നു എന്നുള്ളതാണ്. ജാതി അധിക്ഷേപം, ഒരു റിപ്പോർട്ടർക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള അപകീർത്തികരമായ വാക്കുകൾ ഒരു ജനപ്രതിയിൽ നിന്ന് ഉണ്ടാകാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകൾ ഉണ്ടായി. ഒപ്പം തന്നെ റിപ്പോർട്ടറെ, കുടുംബത്തെ പോലും ആക്രമിക്കുന്ന രീതിയിൽ വളരെ മനീഷ്, ഒരു നിമിഷം, ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അത് പരിഹരിക്കട്ടെ, അതിലേക്ക് തന്നെ വരാം. ഏതായാലും ഈ അധിക്ഷേപങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകാനാണ് പത്രപ്രവർത്തക യൂണിയന്റെ തീരുമാനം. ഈ നേതാക്കൾ ഇടപെട്ട് MLAയെ തിരുത്തും എന്ന് കരുതാം. ഈ വാർത്ത വസ്തുതാപരമായിരുന്നു എന്നത് തെളിവുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എക്സൈസിന്റെ റിപ്പോർട്ടുണ്ട്. അവർ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കേസ് എടുത്തിട്ടുള്ളത് എന്നതടക്കം ആ റിപ്പോർട്ടിൽ വ്യക്തമാണ്. അത് പുറത്തു വന്ന് കഴിഞ്ഞിട്ടും മാധ്യമപ്രവർത്തകരെ ഒരു അധിക്ഷേപിക്കുക, വിമർശനം എന്നത് മാന്യമാണ്. പക്ഷേ ഇതല്ല, ഇത് അധിക്ഷേപ പരാമർശങ്ങളാണ് MLA നടത്തിയത്. അതിൽ ഉറപ്പായും നടപടി വേണ്ടതാണ്. മനീഷ്, തുടരാം. വിജയകുമാർ, ആ തരത്തിൽ ഗുരുതരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, അവഹേളനങ്ങളാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് മീഡിയ റിപ്പോർട്ടർക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശമാണ്. അത് ജാതി അധിക്ഷേപം തന്നെയായിരുന്നു. അത്രയ്ക്ക് ഗുരുതരമായ ആരോപണം നടത്തി. എന്താണെങ്കിലും MLAക്കെതിരെ MLA തിരുത്തണം, MLA ഈ നടപടി ശക്തമായി പ്രതിഷേധിക്കുന്ന ഒപ്പം തന്നെ പാർട്ടി നേതൃത്വം MLAയെ തിരുത്തണം. അത് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പരാതി നൽകാൻ KUWJ ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായിരുന്നു ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തു. ഒപ്പം തന്നെ നിയമപരമായി ഇവർ നടത്തിയ അധിക്ഷേപത്തിനെതിരെ പോകുന്ന മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവിധ നിയമ പോരാട്ടങ്ങൾക്കും പിന്തുണ നൽകാനും KUWJ ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് യു പ്രതിഭ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയിട്ടില്ല. മാധ്യമങ്ങൾ ഈ FIR റിപ്പോർട്ടിന്റെ, ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത നൽകിയിട്ട് പക്ഷേ അതിനെതിരെ പ്രതികരിച്ച ശേഷം പിന്നീട് ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ യു പ്രതിഭയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഇതിനിടെ യു പ്രതിഭയെ പിന്തുണച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിഭയെ, ഈ മകനെ ഇത്തരത്തിൽ മയക്കുമരുന്നുമായി പിടികൂടിയ സംഭവം അത് പാർട്ടി നേതൃത്വം, CPM നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ നീക്കമാണെന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഫേസ്ബുക്കിലൂടെ B ഗോപാലകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഈ യു പ്രതിഭ MLAയുടെ മകനെ കഞ്ചാവുമായി പിടികൂടിയ സംഭവത്തിൽ വലിയ രാഷ്ട്രീയ വിവാദം കൂടി ഉണ്ടാവുകയാണ്. മാധ്യമപ്രവർത്തകർക്കെതിരെ ഒട്ടും ഒരു ജനപ്രതി നടത്താൻ പാടില്ലാത്ത തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളും മാധ്യമപ്രവർത്തകരുടെ കുടുംബത്തെ അടക്കം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയുമായിരുന്നു MLAയുടെ ഭാഗത്ത്. എന്താണെങ്കിലും അത് സംബന്ധിച്ച് പത്രപ്രവർത്തക യൂണിയൻ തന്നെ ശക്തമായി പ്രതിഷേധിക്കുകയും മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നിയമ നടപടിയായി പോകുന്ന മാധ്യമപ്രവർത്തകർക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ ആലപ്പുഴ KUWJ ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വിജയകുമാർ. എക്സൈസിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയത്. അതിൽ വസ്തുതാപരമായി എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ MLAക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ്. പക്ഷേ വസ്തുതാപരമായ പിഴവുകളല്ല MLA ചൂണ്ടിക്കാട്ടിയത്. അത്തരം വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി ഒക്കെ അധിക്ഷേപിക്കുന്ന അങ്ങേയറ്റം മോശമായ പരാമർശങ്ങൾ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് പത്രപ്രവർത്തക യൂണിയൻ ഇപ്പോൾ രംഗത്ത് വന്നത്. MLAയെ തിരുത്തുമോ, പാർട്ടി തിരുത്തുമോ, അല്ലെങ്കിൽ MLA സ്വയം തിരുത്തലിന് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഇല്ലെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പത്രപ്രവർത്തക യൂണിയൻ അറിയിച്ചിരിക്കുന്നത്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
നടക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റ് 10ാം ദിവസത്തിലേക്ക്. VR ഷോയുടെ ഉദ്ഘാടനം ഗുരുരത്നം ജ്ഞാനതപസ്വി നിർവഹിച്ചു. ന്യൂ ഇയറിനെ വരവേൽക്കാൻ വലിയ ക്രമീകരണങ്ങളാണ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത്. ശാന്തിഗിരി ഫെസ്റ്റിലെത്തുന്നവർക്ക് VR ഷോയും ആസ്വദിക്കാം. 10 മിനിറ്റ് ദൈർഘ്യമുള്ള VR ഷോ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാനതപസ്വി ഉദ്ഘാടനം ചെയ്തു. വളരെ പുതുമയുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ കയറിയത്. പലപ്പോഴും പല സ്ഥലത്തുമൊക്കെ പോകുന്ന സമയത്ത് പല തിയേറ്ററുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദൃശ്യാനുഭവം ഇവിടെ നമ്മുടെ വിരൽത്തുമ്പിലെത്തിയ സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു. സ്കൂൾ കുട്ടികൾക്ക് നാളെയും കൂടി ഫെസ്റ്റിൽ സൗജന്യമായി പ്രവേശിക്കാം. ഫെസ്റ്റിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന ന്യൂ ഇയർ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു പുതുവത്സര സമ്മാനം തന്നെ എല്ലാവർക്കും നൽകുകയാണ്. നാളെ രാത്രി ഏതാണ്ട് 8 മണിയോട് കൂടിയിട്ട് പുതുവത്സര പരിപാടികൾ ആരംഭിക്കും. 24 തിരുവനന്തപുരം. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ വീണ്ടും കാട്ടാന കബാലി ഇറങ്ങി. രാവിലെ 11 മണിയോടെ ഷോളയാർ പവർ ഹൗസിനും വാൽവ് ഹൗസിനും ഇടയിലാണ് ഗതാഗതം തടസ്സപ്പെടുത്തി കബാലി നിലയുറപ്പിച്ചത്. 1 മണിക്കൂറിന് ശേഷം വനപാലകർ എത്തിയാണ് ആനയെ കാട് കയറ്റിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഓക്കെ, ഇനി പോട്ടോ. മതിലേ, കണ്ടില്ലേ മതിലേ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.